നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ വേദങ്ങളോ ഉപനിഷത്തുക്കളോ അല്ലെങ്കിൽ രാമായണം, ഭാഗവതം, മഹാഭാരതം തുടങ്ങിയ പൗരാണിക ഗ്രന്ഥങ്ങളിലെ കഥകളെയോ മറ്റോ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ, അതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള പൊരുൾ മനസ്സിലാവുകയുള്ളൂ. ഉപരിപ്ലവമായിട്ടുള്ള ആ കഥകളിൽ അഭിരമിച്ചു പോയാൽ അത് പ്രയോജനം ചെയ്യുന്നതല്ല. അത് അതിനകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ ആശയങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തത്വങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്നാൽ നമുക്ക് പൗരാണിക ഋഷിമാരുടെ ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. അത് പൊതുജനമധ്യത്തിൽ അത് അത്രയധികം പ്രശസ്തമല്ല. ചാണക്യന്റെ അർത്ഥശാസ്ത്രം, ഭരദ്വാജന്റെ വൈമാനിക പ്രകരണി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. ഇത് രണ്ടെണ്ണം പറഞ്ഞത് രണ്ടും രണ്ട് വിധത്തിലുള്ളതാണ്. അർത്ഥശാസ്ത്രം ശരിക്ക് ഒരു അക്കാഡമിക് തലത്തിൽ പഠിക്കേണ്ട വിധത്തിലുള്ളതാണ്. മറ്റത് വൈമാനിക പ്രകരണി എന്ന് പറയുമ്പോൾ അങ്ങനെ പഠിക്കാനുള്ളതല്ല. എല്ലാ പഠിത്തമൊക്കെ കഴിഞ്ഞ് സയൻസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വിമാനങ്ങളുടെ നിർമ്മാണ രീതികളും വിമാനങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളും അത് ഏതൊക്കെ തലങ്ങളിലൊക്കെ സഞ്ചരിക്കും, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. നമ്മൾ ആകപ്പാടെ ഈ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെയുള്ള കഥകളുടെ പുറമേ പോകുന്നവർക്ക് ആകപ്പാട്ട് കേട്ടിട്ടുള്ളത് ഒരു പുഷ്പക വിമാനം എന്നുള്ള ഒരു പേരാണ്. എന്നാൽ അങ്ങനെയല്ല. വൈമാനിക പ്രകരണി എന്നുള്ള ഒരു പുസ്തക ഗ്രന്ഥത്തിൽ അത് വിമാനങ്ങളുടെ പല 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 വകഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അംബാസിഡർ, മാരുതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ മാരുതിക്ക് തന്നെ എത്ര വകഭേദങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോൾ അതുപോലെ വിമാനങ്ങൾ പലതുണ്ട്. ആ വിമാനങ്ങളുടെ ഓരോ വിമാനങ്ങൾക്കും ഏതൊക്കെ ലെവലിലേക്കാണ് അതിന് പറന്ന് പോകേണ്ട മാർഗങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് പഠനം റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണത്. അപ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസും ഒക്കെ നല്ലോണം പഠിച്ചാൽ മാത്രമേ, അല്ലാണ്ട് ഒരു 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരാൾ 4ാം ക്ലാസ്സുകാരൻ അയാൾക്ക് പിന്നെ പോയിട്ട് എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ എഴുതാൻ പറ്റുമോ? അത് പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി MBBSന് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ, അത് ഓരോന്ന് എന്തൊക്കെയാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ടേംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇന്ന വാക്ക് പറയുമ്പോൾ ഇന്നത് ഉദ്ദേശിക്കണം. ഇപ്പൊ നമ്മൾ ഭാഷ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ പോലും അത് വേണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും. അപ്പൊ നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ടേംസ് ഒന്നും ഇല്ലെങ്കിൽ. നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു സായിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാകില്ല. നമ്മൾ മലയാളത്തിൽ വളരെയധികം ശാസ്ത്രഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു സായിപ്പ് 10ാം ക്ലാസ്സുകാരൻ ഒരു സായിപ്പ് പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിലെ ടേംസും അതിന്റെ കണ്ടീഷനും ഒക്കെ നമ്മൾ അറിയണം. എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുകയുള്ളൂ.
അല്ലാണ്ട് അതിന് വലിയ ബൗദ്ധിക തലത്തിലുള്ള ഉയർച്ചയും താഴ്ചയൊന്നും അല്ല. നമ്മൾ കാര്യങ്ങളെ പ്രഥമ തലത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഉള്ളിലേക്കാക്കണം ആ കാര്യങ്ങൾ. എന്നിട്ടാണ് അനാലിസിസ്. കേൾക്കുന്നതെല്ലാം ഒരേ ശബ്ദമാണ്. നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയിൽ കേൾക്കുന്നതൊക്കെ ഒരേ ശബ്ദം. പക്ഷേ അതിന് ഏത് ശബ്ദത്തെ എങ്ങനെ അതിന് ആശയം ഉൾക്കൊള്ളുന്നു എന്നുള്ള പ്രാഥമിക തലത്തിൽ ആന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. കുതിര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി വെച്ചാലേ ആന എന്ന് കേൾക്കുമ്പോൾ ആ ആശയത്തിലേക്ക് നമ്മൾ പോകുള്ളൂ. അതുകൊണ്ടാണ് ആന എന്ന് കേൾക്കുന്നത് വളരെ സിമ്പിളല്ല. ആനയും കുതിരയും ഒക്കെ ഉണ്ട്. ഒരു അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതുണ്ടായിരുന്നു, ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും ഇവിടെ മനസ്സിലാകും. പക്ഷെ ഒരു സായിപ്പിന് ഇത് മനസ്സിലാകില്ല. എന്താ കാര്യം? ആന എന്നുള്ളതോ കുതിര എന്നുള്ളതോ എഴുന്നള്ളിപ്പ് എന്നുള്ളതോ ഒന്നും അത് ഏത് ആശയത്തിൽ മനസ്സിലാക്കണമെന്ന് സായിപ്പിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏതൊക്കെ ടേംസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലാണ്ടോ? ഇപ്പം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് കൊണ്ട് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ക്യൂബ് അതിൻ്റെ പൊക്കത്തിൽ 3 എന്നിട്ടു, അതിൻ്റെ പൊക്കത്തിൽ 2 എന്നിട്ടു, എക്സ് റൈസ് ടു 10 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആ ടേംസ് അറിയാൻ മേലാത്ത ആളിന് ഇതെന്താ 2 അപ്പുറത്തിട്ടത്? അപ്പൊ 2 അപ്പൊ ഇപ്പുറത്തിട്ട 2x 2x ഉണ്ടെന്നാണോ പറഞ്ഞത്? എന്നല്ല. അതിനകത്ത് പിന്നെ ഒരു 0.4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4.0 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ള ആ ടേംസ് ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാകുള്ളൂ. അല്ലാണ്ട് 4 7 4 22 എന്ന് നമ്മൾ കുത്തി ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അത് ഡേറ്റാണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാകും ചിലപ്പോൾ, അത് ആ കോണ്ടെക്സ്റ്റിൽ. പക്ഷേ 7 4 22 വേറൊരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നിടത്താണ് അതുപോലെ കുത്തിട്ട് എഴുതി വയ്ക്കണമെങ്കിൽ അത് വേറെ അർത്ഥത്തിലായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കണ്ടീഷനിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത അറിവുകളാണ് അതിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഋഷിമാരെഴുതിയ 2 വിധത്തിലുള്ള ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുമ്പോൾ ഈ നമ്മുടെ പൗരാണിക കഥകൾ വായിച്ചു വരുമ്പോൾ 10 തലയുള്ള 20 കൈയുള്ള രാവണനും 1 തലയും 2 കൈയും 2 കാലുമുള്ള രാമനും തമ്മിൽ യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ജീവികളെക്കുറിച്ചും കുംഭകർണൻ വലുതായിട്ട് പോയി അയാൾ 6 മാസം കിടന്നുറങ്ങും, 6 മാസം എഴുന്നേറ്റിരിക്കും. അല്ല, 6 മാസം കഴിഞ്ഞ് 1 ദിവസം മറ്റേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ കഥകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വളരെ ഒരു യുക്തിക്ക് നിരക്കാത്തതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ഈ കഥകൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ മനസ്സിലാക്കണം, എങ്ങനെയാണ് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എന്താ കാര്യം? ഇങ്ങനെയുള്ള ഈ പിള്ളേരെ കളിപ്പിക്കാനുള്ള കഥ എഴുതുന്ന ആളുകളല്ല അത് എഴുതിയിരുന്നത്. അത് എഴുതിയിരിക്കുന്ന ആളുകൾ ഋഷിമാര് അവരെഴുതിയിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ആ കാലഘട്ടത്തിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന
മൂന്ന് തലങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ, മൂന്നല്ല പല തലങ്ങളിലുണ്ട്. ഞാൻ പറയുകയാണ്, ഒരു ഉദാഹരണത്തിന് 2 തലങ്ങളെടുക്കാം. എന്താണ്? ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുന്ന കാര്യങ്ങളെ എഴുതുന്ന അതേ ഋഷിമാർ തന്നെ ഇതേപോലുള്ള കഥകൾ എഴുതുമ്പോൾ അതിനകത്ത് വെറുതെ ഒന്നും ഇല്ല എന്ന് ധരിക്കാൻ പാടില്ല എന്ന് പറയാനാണ്. അതിന് ഉദാഹരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ വൈമാനിക പ്രകരണിയിലെ ഒരു ശ്ലോകം കേൾക്കൂ. 1-2 ശ്ലോകം, അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ. അതിനകത്ത് വിമാനങ്ങളുടെ മേക്കിനെ പറ്റി വിവരിക്കുന്ന സമയത്ത് ഉള്ള ഒരു ശ്ലോകമാണ് ഞാൻ പറയുന്നത്. വാതപാചക്ര യന്ത്രജ്ഞ പൂർവഭാഗേ യഥാവിധി തൈലപ്രോജ്വലനാർത്ഥായ ദീപച്ചൊല്ലി പ്രതിഷ്ഠിത എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വിമാനത്തിലെ എന്താണ് എഞ്ചിൻ എങ്ങനെയാണ്? വാതപാചക്ര യന്ത്രജ്ഞ, ഗ്യാസിലിൻ യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോളൊക്കെ ഒഴിച്ച് ഓടിക്കുന്ന യന്ത്രങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്യാസിലിൻ എഞ്ചിൻ എന്ന്. മനസ്സിലുണ്ടോ? വാതപാചക്ര യന്ത്രജ്ഞ പൂർവഭാഗ, അതിൻ്റെ മുമ്പിലായിട്ട് എന്തുണ്ട്? യഥാവിധി തൈലപ്രോജ്വലനാർത്ഥായ എണ്ണ ശരിക്ക് കത്തുന്ന ആ ഫ്യൂവല് ശരിക്ക് കത്തുന്നതിന് വേണ്ടിയിട്ട് ദീപച്ചൊല്ലി പ്രതിഷ്ഠിത, സ്പാർക്ക് പ്ലഗ് പിടിപ്പിച്ചിട്ടുണ്ട്. ദീപച്ചൊല്ലി പ്രതിഷ്ഠിത, ഉറപ്പിച്ചിരിക്കുന്നു. എന്നിട്ടോ തസ്മിന്നേവ പ്രതിഷ്ഠാർത്ഥം അഗ്നിയുൽപത്യർത്ഥമേവതു, അതിനെ ആ അഗ്നിയുടെ ഉൽപാദനം സ്ഥിരമായിട്ട്, പ്രതിഷ്ഠയായിട്ട് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിദ്യുത് യന്ത്രം സ്ഥാപിതം സ്യാത്. ഒരു വിദ്യുത് യന്ത്രം, ഇതാണ് ഒരു ഡൈനാമോ, വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാണ് വിദ്യുത് യന്ത്രം. അതെങ്ങനെ കീലകൈ സുദൃഢം യഥാ, എങ്ങനെയാണോ ഇതിന് കറക്റ്റായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഒരു സ്പാർക്ക് പ്ലഗിനകത്തേക്ക് കൃത്യമായിട്ട് കറണ്ട് ചെന്ന് ഇതിന് സ്പാർക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ അത് ആ ദീപം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തു വേണം? ഇവിടെ ഒരു ഡൈനാമോ കൃത്യമായിട്ട് നല്ലോണം ഉറപ്പിച്ചിന്. എങ്ങനെ? കീലകൈ സുദൃഢം യഥാ, നെട്ടും ബോൾട്ടും ഇട്ട്, കീലകൈ എന്ന് പറഞ്ഞാൽ ബോൾട്ടുകൾ ഇട്ട് ശരിക്ക് അത് കനങ്ങാത്ത വിധത്തിൽ പ്രവർത്തിച്ചിരിക്കണം എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഥാരൂപത്തിലുള്ള ഈ പൊതുജനങ്ങൾക്കായിട്ട് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ശൈലി മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. ഇപ്പോൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? പിന്നെ നിരന്തരമായിട്ട് കേൾക്കണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെങ്ങാനും നമുക്ക് സമയം പോലെ ചെയ്യാം. ഇന്ന് സമയം കൂടി വരുന്നു, അതുകൊണ്ട് ഇവിടെ നിർത്താം എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരവും. നമഃ ശിവായ.